ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാമെന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഇവിടെ വിജാതീയനായ ഒരു സുവിശേഷനുള്ളിലെടുക്കുക. അതായത് 5-ാം അധ്യായം ആരംഭിക്കുന്നത് നമുക്കറിയാം. യേശുമ്പുരാനും ശിഷ്യന്മാരും പടകിൽ കയറി അക്കരെ കടന്ന് ഗദരദേശത്തെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ അവർ കാണുന്നത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, പാറക്കിടയിലായിരുന്നു. അങ്ങനെ വല്ലാത്ത സ്ഥലങ്ങളിൽ ആണ് അവൻ താമസിക്കുന്നത്. അവൻ ഭയങ്കര ശക്തിയുള്ളവനാണ്. അവനെ ആർക്കും ബന്ധിച്ചുകൂടാ. അവനെങ്ങനെ ഉച്ചത്തിൽ അലറി വിളിച്ച് എല്ലാവരുടെയും ഉറക്കം കെടുത്തുകയാണ്. അവർ രാത്രിയും പകലും ഇല്ലാതെ അവനിങ്ങനെ അലറി വിളിച്ചു നടക്കുമ്പോൾ ആൾക്കാർ അവനെ ചങ്ങലയ്ക്ക് ഇടുന്നുണ്ട്. 1-2 ആൾക്കാരൊന്നും അവനെ ബന്ധിക്കാൻ പറ്റത്തില്ല. കുറേയേറെ ആൾക്കാർ ചേർന്ന് അവനെ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നുണ്ട്. എന്നാലും ആൾക്കാർ, നമുക്കറിയാം, എപ്പോഴും ആൾക്കാർ അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. ആൾക്കാരങ്ങോട്ട് മാറിക്കഴിയുമ്പം ഇവൻ ഈ ചങ്ങല വലിച്ചു പൊട്ടിക്കും. അത്രമേ ശക്തിയാണ്. ചങ്ങല അങ്ങനെ വലിച്ചു പൊട്ടിച്ച് അവൻ്റെ ശരീരമാസകലം മുറിവുണ്ട്. അതൊന്നും അവനെ വേദനപ്പെടുത്തുന്നില്ല. ഇവിടെ പറയുന്നത് തന്നെത്താൻ അവൻ കല്ലെടുത്ത് അവൻ്റെ ശരീരം ചതയ്ക്കും, മുറിക്കും. അതൊന്നും പേടിയില്ല. എന്നാൽ യേശുമ്പുരാനെ കണ്ട ഉടനെ അവൻ ഭയങ്കരമായിട്ട് ഭയപ്പെടുകയാണ്, പേടിക്കുകയാണ്. പറയുകയാണ്, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, ഞങ്ങളെ ധിന്നിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അവിടെ ഞങ്ങളെ എന്നാണ് പറയുന്നത്. കാരണം ആ മനുഷ്യനെ 12 ലഗ്യോൻ അശുദ്ധാത്മാക്കൾ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയുമേ ശക്തിയുമൊക്കെ. ലഗ്യോൻ എന്നാണ് പറയുന്നത്. ലഗ്യോൻ 12 ലഗ്യോൻ, അതായത് അശുദ്ധാത്മാക്കൾ അവനെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കും അവനെ ബന്ധിച്ചുകൂടാ. അപ്പം ഇവിടെ ഇതൊരു ദൈവികമായ പദ്ധതിയാണ്. യേശുമ്പുരാനെ യഹൂദന്മാരുടെ ഇടയിൽ അവിടെ തന്നെത്താൻ തൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ട്, അതുമല്ല അവരെ ഈ ന്യായപ്രമാണത്തിലൊക്കെ യേശുമ്പുരാൻ വരുന്നതും യേശുമ്പുരാൻ്റെ ആ അടയാളങ്ങളും അത്ഭുതം കണ്ടിട്ട് ദൈവപുത്രനാണെന്ന് അവിടെ വെളിപ്പെടുന്നുണ്ട്, സ്വയം വെളിപ്പെടുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ യഹൂദന്മാരവ സമ്മതിച്ചു കൊടുക്കുന്നില്ലെങ്കിലും യേശുമ്പുരാൻ്റെ അടയാളങ്ങളും പ്രവൃത്തികളും കൂടെയൊക്കെ ദൈവപുത്രനെന്ന് പല അത്ഭുതങ്ങൾ, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നുണ്ട്. അങ്ങനെ പലതും ചെയ്യുമ്പോൾ അവിടെ യേശുമ്പുരാൻ സ്വയം വെളിപ്പെടുകയാണ് താൻ ദൈവപുത്രനാണെന്നുള്ളത്. യേശുമ്പുരാൻ പറയുന്നത് തന്നെ വെളിപ്പെടുക. എന്നാൽ ഇവിടെ വിജാതികളുടെ ഇടയിൽ, വിജാതികൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സങ്കല്പമല്ല. ദൈവത്തിനെല്ലാവരും ഒരേ, അവർ ദൈവത്തിൻ്റെ നമ്മളെല്ലാവരും, ലോകത്തിലുള്ള മാനവരാശി മുഴുവൻ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ യഹൂദന്മാരുടെ സങ്കല്പമാണ് പുറജാതിക്കാരെ, വിജാതികൾ എന്നൊക്കെയുള്ളത് അവരുടെ സങ്കല്പമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ സൂർ സീദോൻ ദേശം, തെക്കേപ്പോലി ദേശം, ഗദരദേശത്ത് മൊത്തം വിജാതികളാണ്. അവിടെയും ദൈവപുത്രനാണെന്ന് അറിയണം, യേശു ദൈവപുത്രനെന്ന് അറിയണം. അവിടെ ദൈവീയ പദ്ധതി പോലെ സാത്താനാണ് ദൈവപുത്രനാണെന്ന് പറയുന്നത്, യേശുവിനെ വെളിപ്പെടുത്തുന്നത്. പറയുകയാണ് ദൈവത്തിൻ്റെ പുത്ര എന്നാണ് അവിടെ പറയുന്നത് സാത്താൻ. കാരണം സാത്താന് നമ്മളെക്കാട്ട് കൂടുതലായിട്ട് ഈ സാത്താൻ അറിയാം യേശു ദൈവപുത്രനാണ്. കാരണം ഈ സാത്താൻ ഈ ഊടാടി സഞ്ചരിച്ച് ദൈവദന്മാരുടെ ഇടയിൽ കയറി സ്വർഗത്തിൽ എത്തുന്നുണ്ട്. അവിടെ ഈ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശുമ്പുരാൻ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആ യേശുമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തിവിടെ വരുമ്പോൾ സാത്താന് നമ്മളെക്കാട്ടിൽ പെട്ടെന്ന് മനസ്സിലാവും യേശു ദൈവപുത്രനാണ്. അതുകൊണ്ടാണ് സാത്താൻ പറയുന്നത്, ആ മറ്റാൾക്കാർക്കാർക്കും അറിയുന്നത് സാത്താൻ പറയുകയാണ്, അശുദ്ധാത്മാക്കൾ പറയുകയാണ് നീ ദൈവപുത്രനാണ്. അപ്പം അങ്ങനെ വെളിപ്പെടുന്നു. എന്നിട്ട് യേശുമ്പുരാൻ ഈ അശുദ്ധാത്മാക്കളെ മാറ്റാൻ, ഈ മനുഷ്യനിൽ നിന്ന് മാറ്റാൻ തുടങ്ങുമ്പോൾ അശുദ്ധാത്മാക്കൾ പറയുകയാണ്, അയ്യോ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ, അവിടെ മേഞ്ഞ് കിടക്കുന്ന പന്നികളുടെ മേൽ ഞങ്ങളെ അയക്കണമെന്ന്. അങ്ങനെ പന്നികളുടെ കൂട്ടത്തിൽ ഇവരെ അയക്കുമ്പോൾ ആ പന്നികളെല്ലാം ഒന്നുകൂടെ ശക്തി പ്രാപിച്ചു. ഈ മനുഷ്യനെ അങ്ങനെ ശക്തിപ്പെടുത്തിയ പോലെ അശുദ്ധാത്മാക്കൾ അവിടെ ചെന്ന് കയറിയപ്പോൾ പന്നികളെല്ലാം ഭയങ്കരമായിട്ട് ഓട്ടം കൂടി അവർ ഈ മലഞ്ചെരുവിലൂടെ കടും തൂക്കമാണ്. അതുകൂടെ ഈ കടലിൽ വീണ് വീർപ്പ് മൂടി ചാകുകയാണ്. ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക്, ഈ പന്നികളെ മേയിക്കുന്നവരും മറ്റാൾക്കാരും ഒക്കെ കരുതുന്നത് ഇദ്ദേഹം ഏതോ മന്ത്രവാദിയാണ്, അല്ലെ വേറെ ഏതോ ആണ്. അതുകൊണ്ടാണ് നാളെ നമുക്കും ഇതുപോലെ സംഭവിക്കാം, ഇതുപോലെ പ്രശ്നങ്ങൾ വരും, നമ്മളെ ഇതുപോലെ കൊല്ലുമെന്നുള്ള പേടിച്ച് അവർ യേശുവിനോട് പറയുവാണ്, നിങ്ങൾ ഇവിടുന്ന് പോകണം, ഞങ്ങളുടെ അതിർ വിട്ട് പോകണമെന്ന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ
യേശുമ്പുരാൻ പോകാൻ തുടങ്ങുമ്പോൾ സൗഖ്യമായി മനുഷ്യൻ അശുദ്ധന്മാക്കൾ പോയി വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, കർത്താവേ യേശുവെ ഞാനും നിന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ അവനോട് അദ്ദേഹത്തോട് യേശുമ്പുരാൻ പറഞ്ഞ മറുപടിയാണ്, അല്ല നീ എന്നെ അനുഗമിക്കേണ്ട, നീ എന്ത് ചെയ്യണം, നിൻ്റെ ദേശത്ത് പോയി ഈ കർത്താവ് ദൈവം നിനക്ക് തന്ന നന്മകളെക്കുറിച്ച് പറയണമെന്ന് പറയുകയാണ്. അപ്പം അതാണ് അവിടെ ഒരു സുവിശേഷൻ ഉടലെടുക്കുകയാണ്. ദെക്കേപ്പൊലി ദേശം എന്ന് പറയുന്നത് ചെറിയൊരു ദേശമല്ല. സീദോൻ ഗലീലയുടെ ഭാഗമൊക്കെ ഈ വിജാതികൾ, യഹൂദന്മാരല്ലാത്തവരാണ്. അവരുടെ ഇടയിൽ നിന്ന് തന്നെ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അവരുടെ ഇടയിൽ നിന്നൊരു മനുഷ്യനെ പ്രഘോഷിക്കാൻ എടുക്കുകയാണ്. നമുക്കറിയാം പത്രോസും അന്ത്രയാസും യാക്കോബും യോഹന്നാനും ഒക്കെ അവരെ നിർബന്ധിച്ച് യേശുമ്പുരാൻ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരാൾ സ്വയം പറയുകയാണ് ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയുമ്പം അവിടെ പറയുന്നുണ്ട്, വേണ്ട, നീ നിൻ്റെ ദേശത്ത് പറയാം. കാരണം ഒരു യഹൂദൻ അവിടെ ചെന്ന് പറഞ്ഞ ഒരു വിഷയം അംഗീകരിക്കണമെന്നില്ല, പത്രോസിനെയൊക്കെ വിട്ടാൽ അവിടെ അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഒന്നും പറയുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അവിടുന്ന് യേശുമ്പുരാൻ മടങ്ങിപ്പോകുമ്പം അവനെ അവിടെ ഏൽപ്പിക്കുമെന്ന് അവനോട് പറയുകയാണ്, നീ എല്ലാം എൻ്റെ ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയണമെന്ന് അവനോട് മടങ്ങുമ്പോൾ അത് കഴിഞ്ഞ് അവനുമായിട്ടുള്ള സമ്പർക്കം പുലർത്തിയിരിക്കുക. അതുകൊണ്ടാണ് ഈ യേശുമ്പുരാൻ വീണ്ടും ഈ ഭാഗത്ത് വരുന്നുണ്ട്. യവൻ കാരണം, ഈ സുവിശേഷകൻ കാരണം തെക്കേപ്പൊലി ദേശം മൊത്തം യേശുവിനെ കുറിച്ച് അറിഞ്ഞു. അതിൻ്റെ അറിയണമെങ്കിൽ മർക്കോസ് 7-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 37 വാക്യങ്ങൾ നോക്കുമ്പോൾ അറിയണം. അവിടെ ഒരു ഊമനും വിക്കനും ചേടനുമായ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നുണ്ട്. അവരാണ് പറഞ്ഞത്, പുറജാതിക്കാരെന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരിക. അവരെങ്ങനെയാണ് അറിഞ്ഞത്? ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ അവിടെ മൊത്തം പറഞ്ഞ് യേശുമ്പുരാനെ കുറിച്ച് പറഞ്ഞു. കാരണം ഒരിക്കൽ അവിടെ വിട്ടു പോകാൻ പറഞ്ഞപ്പോൾ അവരിന്ന് യേശുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദേശം മൊത്തം. എങ്ങനെ പ്രതീക്ഷിച്ചു? ഒരാളുടെ സുവിശേഷീകരണം മൂലം, ഒരാളുടെ മിഷണറി പ്രവർത്തനം മൂലം. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ലെങ്കിലും അശുദ്ധാത്മാവ് സൗഖ്യമായ മനുഷ്യനാണ് അവിടെ മൊത്തം യേശുവിനെ പ്രഘോഷിക്കുകയാണ്. അങ്ങനെ അവിടെ വന്ന ഈ ഊമനും ചെകിടനുമായ മനുഷ്യനെ ദൈവം തമ്പുരാൻ സൗഖ്യമാകുന്നത് അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. 7 അനുഷ്ഠാന കൂദാശകളിലൂടെയൊക്കെയാണ് അവിടെ സൗഖ്യമാകുന്നത്. അതായത് സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പെടുന്നുണ്ട്. കാരണം സ്വർഗമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും സോഴ്സ് എന്നുള്ളത് പറയുന്നതാണ്. മാറ്റി നിർത്തുന്നു. അങ്ങനെ 7 കാര്യങ്ങളവിടെ പറയുന്നുണ്ട്. തുപ്പുന്നു, അതെല്ലാം ഓരോന്നിനും ഓരോ വിശദമായ ഇതുണ്ട്, അർത്ഥങ്ങളുണ്ട്. അപ്പം ഇവിടെ ഏറ്റവും ഒടുവിൽ അവരും അംഗീകരിക്കുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് എങ്ങനെയാണ്? അവൻ സകലവും നന്നായി ചെയ്തു, ചീടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. അപ്പം യേശുമ്പുരാനെ ദൈവപുത്രൻ അവിടെ വിജാതീയർ പോലും പ്രഖ്യാപിക്കുകയാണ്, അറിയുകയാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു സുവിശേഷീകരണത്തിലൂടെ, ഒരു മനുഷ്യനിലൂടെ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ സൗഖ്യം പായപ്പോൾ അവനെയാണ് അവിടെ സുവിശേഷീകരണമാക്കുന്നത്. ഇവിടെ ഒരു സഭയുടെ ദൗത്യം കൂടാണ്. നമ്മൾ സഭയുടെ ദൗത്യം, പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം 4 ആൾ ചുമന്നൊരു പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്നുണ്ട്. അതും സഭയുടെ ദൗത്യമാണ്. അത് യഹൂദന്മാരുടെ ഇടയിലാണെങ്കിൽ ഇത് വിജാതികളുടെ ഇടയിൽ അവർ അവനെ കൊണ്ടുവന്നവർ കുറേയേറെ ആൾക്കാർ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം എങ്ങനെ അവിടെ വന്നത്? യേശുവിനെ പ്രഘോഷിച്ചു ഒരാൾ, അത് അവരിലൂടെ അറിഞ്ഞു. അപ്പം മൊത്തം ആൾക്കാരിൽ ശമരിയ സ്ത്രീ അവരുടെ നാട്ടിൽ ചെന്ന് യേശുവിനെ പ്രഘോഷിച്ചതുപോലെ ഈ മനുഷ്യനും ഇവിടെ വന്ന് പ്രഘോഷിച്ചിട്ട് ആൾക്കാരെല്ലാം യേശുവിനെ അറിയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടിയ നന്മകൾ മറ്റുള്ളവരോട് പറയുമ്പോഴാണ് യേശുമ്പുരാൻ നമ്മളിലൂടെ ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ല, ഇതിന് ഒരു സമയവും സന്ദർഭമാണ്. അപ്പം മറ്റുള്ളവരോട് പറയുവാൻ സഭയുടെ ദൗത്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. ഇതുപോലെ പ്രയാസത്തിലും ദുരിതത്തിലും ആത്മീയമായ അന്ധകാരത്തിൽ ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റാത്തവരെ, സംസാരിക്കാൻ പറ്റാത്തവർ, അവരെയൊക്കെ യേശുവിനെ പറയാൻ നിർബന്ധിച്ച് അവരെ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ ഒന്നും പറ്റത്തില്ല. ക്രമേണ ഇടയ്ക്കൊക്കെ അവരുടെ ലെഷർ ടൈമിലൊക്കെ പോയി ചെന്ന് അവരോട് സംസാരിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞ് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ കഴിയണം. ദേവാലയങ്ങളിലേക്ക്, പള്ളികളിലേക്ക്, കൂദാശ ആരാധന സംബന്ധിപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മളും ഈ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഭാഗമാക്കി തീർക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.